മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെ അടുപ്പമുള്ള അല്ലെങ്കിൽ ബിനാമി കമ്പനി എന്ന് പലരും പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയും ശബരിമല തട്ടിപ്പിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ള ഗൗരവകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശബരിമല എന്ന പേര് വെറും മോഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനായിരുന്നു ഈ പിണറായി സർക്കാരിൻ്റെ നിർദ്ദേശം എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് ഓരോ നിയമനത്തിലും കാണുകയാണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എല്ലാം അടിച്ചുകൊണ്ട് പോകാനുള്ള നിർദ്ദേശം ലഭിച്ചത് എന്നാണ് അറിയുന്നത്. അതിലേക്കായി ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിനെയും ദേവസ്വം കമ്മീഷണറായി എൻ വാസുവിനെയും ചുമതലപ്പെടുത്തുന്നു. പിന്നീട് ശബരിമലയിലെ കോടാനുകോടിയുടെ സ്വർണം മോഷണം നടത്താനായി ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടെത്തുന്നു. ആവുന്നയത്ര കട്ടുകൊണ്ടുപോയി അതെല്ലാം രഹസ്യമായി വെക്കുന്നു. അതിനുശേഷം പത്മകുമാർ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് നിയമപ്രകാരം 3 വർഷം കഴിയുമ്പോൾ സ്ഥാനമൊഴിയണം. അങ്ങനെ വരുമ്പോൾ മറ്റൊരു CPM നേതാവിന് നൽകേണ്ടുന്ന ഈ സ്ഥാനം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച എൻ വാസു എന്ന SIT കണ്ടെത്തിയ ഏറ്റവും വലിയ കള്ളന് തന്നെ ആ സ്ഥാനം കൈമാറുന്നു. CPM നേതാക്കൾ പോലും അമ്പരന്നു. ആ സമയത്ത് മോഷ്ടിച്ചതിനേക്കാളും ശ്രദ്ധ മുൻപ് മോഷ്ടിച്ച കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിനായിരുന്നു. അതിനാണ് വാസു വേണ്ടത്. അങ്ങനെ വാസുവിൻ്റെ കാലാവധിയും കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ലൊരു കള്ളനെ തന്നെ ഈ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് വീണ്ടും CPM നേതാക്കളെയെല്ലാം പറ്റിച്ചും അമ്പരപ്പിച്ചും കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആഴ്ചകൾക്ക് മുൻപ് വന്ന PS പ്രശാന്തിനെ ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കിയത്. അയാളും ഒട്ടും കുറച്ചില്ല. 2019 പൂശിക്കൊണ്ടുവന്ന അതേ സാധനം വീണ്ടും മോഷ്ടിക്കാനുള്ളൊരു പദ്ധതിയാണ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് തയ്യാറാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞതല്ല, ഹൈക്കോടതി പറഞ്ഞതാണ്. അതിനുള്ള നിർദ്ദേശമായിരിക്കും അദ്ദേഹത്തിന് മുകളിൽ നിന്ന് കിട്ടിയത്. ആ പ്രശാന്തിൻ്റെ കാലത്താണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ 3.25 കോടി ജനങ്ങളെല്ലാം മണ്ടന്മാർ എന്ന് തോന്നിപ്പിക്കും വിധമാണ് സർക്കാരിന് ഒരു ബന്ധവുമില്ല എന്നും ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണെന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ ഒരു അയ്യപ്പ സംഘവുമായി സർക്കാർ മുഖ്യമന്ത്രി ഇറങ്ങിയത്. അതാണിപ്പോൾ തട്ടിപ്പ് എന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. SIT ആണത് കണ്ടെത്തിയത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേട് എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നത്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ തട്ടിപ്പിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ചെറിയ സംഭവമല്ല നടത്തിയിരിക്കുന്നത്. അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചു തന്നെ അതേ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിണറായി വിജയനെതിരെ വരാൻ പോകുന്നത് 8ൻ്റെ പണി തന്നെയാണ്. കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം എന്ന പരിപാടി നടന്നത് എന്നും സാമ്പത്തിക സുതാര്യത ഇല്ല എന്നും കൃത്യമായ കണക്കും ബില്ലുകളും ഇല്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ പോലും ഇല്ലാതെയാണെന്നും റിപ്പോർട്ടിലുണ്ട്. അതായത് ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനമായ ഇവൻറ്റ് കമ്പനിക്കാണ് 10% അധിക തുക നൽകിക്കൊണ്ട് ഈ കരാർ നൽകിയത്. കണക്കുകളിൽ GST ബില്ലുകൾ അടക്കമില്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ലെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. ഉപകരാറുകൾ ഒന്നും ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടേയില്ല. ബില്ലുകളൊന്നും ശരിയല്ലെന്നും ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താൻ ആയിട്ടില്ല എന്നും ഈ സ്പെഷ്യൽ റിപ്പോർട്ടിലുണ്ട്. 2 ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചുവെങ്കിലും 8 ലക്ഷമാണ് അതിനുവേണ്ടി ചെലവാക്കിയതെന്നും 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണെന്നും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അത് തട്ടിച്ചെടുത്തത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ VIP-കളുടെ ഭക്ഷണ വിതരണ ചെലവിലും ഒരു കണക്കുമില്ല. അതുപോലെ മരാമത്ത് പണികൾ നൽകിയത് ടെൻഡർ പോലുമില്ലാതെയാണ്. കൈകാര്യ ചെലവായി 10% അധിക തുക ഏകപക്ഷീയമായി കരാറുകാർക്ക് അനുവദിച്ചു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പണിയാണ്. ഇത് മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ നൽകാൻ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കഴിയില്ല, അതിനുള്ള ധൈര്യവുമില്ല. ഇനം തിരിച്ചുള്ള ചെലവ് ഉപകരാർ ഏറ്റെടുത്തവർ നൽകിയുമില്ല. അതിനാൽ കൃത്യമായ കണക്ക് പരിശോധിക്കാനായില്ല എന്നും ഈ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയാണ്. ഏതായാലും ഈ റിപ്പോർട്ടുകളെല്ലാം പോയിരിക്കുന്നത് ഇങ്ങനെ പത്രങ്ങളിലേക്കും മാധ്യമങ്ങളിലേക്കും മാത്രമല്ല, ഇത് ഹൈക്കോടതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഈ ജനവഞ്ചനക്കെതിരെ ഉത്തരവിറക്കേണ്ടതും വിധിക്കേണ്ടതും ഹൈക്കോടതിയാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നടത്തിയ ഈ പദ്ധതിയും തട്ടിപ്പും തെളിയുന്നതോടെ ഹൈക്കോടതി പിടിക്കാൻ പോകുന്നത് ദേവസ്വം പ്രസിഡന്റിനോടൊപ്പം തന്നെ ഒന്നാമത്തെയാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും.